നമസ്കാരം. ലോകം മുഴുവൻ ശ്രദ്ധിച്ച അതീവ രഹസ്യ സ്വഭാവമുള്ള ആ വിക്ഷേപണം ചന്ദ്രയാൻ 3 ശേഷം LVM-3 റോക്കറ്റ് വീണ്ടും കുതിച്ചുയരുമ്പോൾ അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചത് CMS-03 എന്ന ഇന്ത്യയുടെ ഏറ്റവും ഭാരമുള്ള ഉപഗ്രഹത്തെയായിരുന്നു. 4410 കിലോഗ്രാം ഭാരമുള്ള ഈ ഭീമൻ ഉപഗ്രഹം നമ്മുടെ രാജ്യത്തിന് നൽകാൻ പോകുന്നത് അതിസുരക്ഷാ സന്ദേശ വിനിമയ ശേഷിയായിരിക്കും. ഈ വിക്ഷേപണം കേവലം ശാസ്ത്ര നേട്ടം മാത്രമല്ല, ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും ഇന്ത്യൻ സൈന്യം നൽകുന്ന വ്യക്തമായ ഒരു തന്ത്രപരമായ മുന്നറിയിപ്പാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ നാവിക സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ്. ചൈനീസ് അന്തർവാഹിനികളും ചാരക്കപ്പലുകളും നമ്മുടെ ജല അതിർത്തിക്ക് സമീപം നിലയുറപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ CMS-03യുടെ പ്രാധാന്യം വർദ്ധിക്കുന്നു. CMS-03 ഒരു സാധാരണ വാർത്താവിനിമയ ഉപഗ്രഹമല്ല. ഇത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. ചൈനീസ് സേനയുടെ ആശയവിനിമയ സിഗ്നലുകളെ കൃത്യമായി ട്രാക്ക് ചെയ്യാനും അവരുടെ രഹസ്യ നീക്കങ്ങൾ തത്സമയം മനസ്സിലാക്കാനും ഈ ഉപഗ്രഹത്തിന് കഴിവുണ്ട്. യുദ്ധസമാന സാഹചര്യങ്ങളിൽ ശത്രുക്കൾ ആശയവിനിമയം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും CMS-03യുടെ മൾട്ടി ബാൻഡ് ട്രാൻസ്പോണ്ടറുകൾ കാരണം നമ്മുടെ നാവികസേനയ്ക്ക് തടസ്സമില്ലാത്ത അതീവ സുരക്ഷിതമായ വോയിസ് ഡേറ്റ കൈമാറ്റം നടത്താൻ സാധിക്കും. CMS-03 നൽകുന്ന ഉയർന്ന ബാൻഡ്വിഡ്ത്ത് അതിർത്തിയിലെ സൈനിക പോസ്റ്റുകൾ, പെട്രോളിംഗ് യൂണിറ്റുകൾ, ആസ്ഥാനം എന്നിവ തമ്മിൽ തത്സമയം ക്രിപ്റ്റോഗ്രാഫിക് സുരക്ഷയോടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കും. പാക് അതിർത്തിയിൽ ഉണ്ടാകുന്ന ഏത് അടിയന്തര നീക്കങ്ങൾക്കും മിന്നൽ വേഗത്തിൽ പ്രതികരിക്കാൻ ഇത് സേനയെ സജ്ജമാക്കുന്നു. പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും അന്തർവാഹിനികളും ഇന്ത്യൻ ജലമേഖലയിലേക്ക് കടക്കാതിരിക്കാൻ തീരദേശത്തു നിന്നും 2000 കിലോമീറ്റർ അകലെ വരെ വ്യക്തമായ നിരീക്ഷണവും കമ്മ്യൂണിക്കേഷനും CMS-03 ഉറപ്പാക്കും. CMS-03യുടെ വിക്ഷേപണത്തിലൂടെ ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക വിദ്യയെ സൈനിക പ്രതിരോധവുമായി പൂർണ്ണമായും സംയോജിപ്പിച്ചിരിക്കുകയാണ്.